കേരളത്തിലെ സർക്കാർ ഇത്തരം വിഭാഗത്തിലെ കുട്ടികൾക്ക് പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ എത്രത്തോളം ഗവൺമെന്റ് പരിശ്രമിച്ചാലും പലയിടത്തും സഹായങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയാതെ വരും. പലവിധ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല. ആ രേഖകൾ സമ്പാദിക്കുന്നതിന് വലിയ പ്രയാസം നേരിടും. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സംഘടനകൾ കൂടി നടത്തിയാൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക. 2025 നമ്മുടെ കേരളം അതിദാരിദ്ര്യം ഇല്ലാത്ത വിശപ്പ് രഹിതമായിട്ടുള്ള നാടായി മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ തന്നെ 64,000 പേരുടെ പട്ടികയിൽ പകുതിയിൽ അധികം ആളുകൾക്ക് നമ്മൾ ആനുകൂല്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. നമ്മൾ കണ്ടത് രേഖകളില്ലാത്തവർക്ക് രേഖകൾ കൊടുത്ത് തന്നെ ആശ്വാസം കൊടുക്കാൻ കഴിയും. കാരണം നമ്മുടെ കയ്യിൽ ഒരു ആധാർ കാർഡോ ID കാർഡോ ബാങ്ക് പാസ്ബുക്കോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൻഷൻ കിട്ടും. ഒരു BPL റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ റേഷൻ ഷോപ്പിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും. സർക്കാരിന്റെ ആശുപത്രിയിൽ പോയാൽ സൗജന്യമായിട്ടുള്ള ചികിത്സ കിട്ടും. ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോലും ചികിത്സ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്തരം അത്യന്താപേക്ഷിതമായ രേഖകൾ നൽകുക എന്നതുകൂടി നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിതാന്തമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പദ്ധതികൾ വരണം. അതിനാണ് ഗവൺമെന്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ പദ്ധതി വിഹിതത്തിന്റെ 5% തുക ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിത വകയിരുത്തലാക്കി മാറ്റിയിരിക്കുകയാണ്. ജനപ്രതിനിധികളോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നിശ്ചയിക്കുന്ന പദ്ധതികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചില നീഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അത്തരം കാര്യങ്ങൾക്ക് കൂടി ഉതകുന്ന നിലയിലേക്ക് പദ്ധതികൾ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം.